ഹായ്. അപ്പോൾ ഇന്ന് എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങൾ എന്നെ ചേച്ചി എന്നല്ലേ വിളിക്കണേ. അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു തരുന്ന പോലെ സംഭവമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും വെക്കേഷൻ ആണ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വെക്കേഷൻ ഇപ്പം നോർമലി എനിക്ക് തോന്നുന്നു, എൻ്റെ മദർ ടീച്ചറാണ്, പുള്ളിക്കാരി പറയുന്നത് ഞാൻ കേട്ടു. നോർമലി എല്ലാവർക്കും 10 ദിവസമല്ലേ ക്രിസ്മസ് ഓണം വെക്കേഷൻസ് തരാറുള്ളത്. ഇപ്രാവശ്യം 12-13 ദിവസം കാണുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എക്സ്ട്രാ കിട്ടിയല്ലേ വെക്കേഷൻ ടൈം. എനിവേ, ഇപ്പൊ എക്സ്ട്രാ ടൈം ഉള്ളത് കൊണ്ടും ഈ ടൈം ഗ്യാപ്പിൽ തന്നെയാണ് നമ്മുടെ ന്യൂ ഇയർ വരുന്നത്. അതായത് നിങ്ങൾക്ക് സ്കൂൾ ഏകദേശം തുറക്കുന്നത് ഈ വരുന്ന 5th അപ്പൊ ഇന്നിപ്പോ ഞാൻ വീഡിയോ എടുക്കുമ്പം ഡേറ്റ് എത്ര, 27th. അപ്പൊ ഒത്തിരി ദിവസമുണ്ട്. വെക്കേഷനും ആണ്. കുറച്ചധികം ആൾക്കാർ ചിലപ്പം വൈകുന്നേരം ഫ്രണ്ട്സുമായിട്ട് കളിക്കുന്നുണ്ടാവും. ചിലര് അമ്മമാരുടെ ഒക്കെ വീട്ടിൽ പോയിട്ടുണ്ടാവും. ചിലരൊക്കെ ബോറടിച്ച് വീട്ടിൽ തന്നെ ആയിരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ എൻ്റെ കമന്റ് ബോക്സിൽ ആരോ ഒരാൾ കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. ബോറടിയാണ്, വെക്കേഷൻ ആയിട്ട് ഭയങ്കര ബോറടിയെന്ന്. അങ്ങനെയാണെങ്കിൽ ബോറടിച്ചിരിക്കണ്ട, നമുക്കൊരു പരിപാടി ചെയ്യാം. എന്തായാലും ന്യൂ ഇയർ ആണ്. പുതിയൊരു വർഷത്തെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും ഈ വെക്കേഷൻ എങ്ങനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണമെന്നും ഈ വെക്കേഷനിൽ നമുക്ക് പ്രിപ്പറേഷൻസിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തായിരുന്നു. പോസ് ചെയ്ത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇരിക്കുന്ന ഈ ഒരു റൂമിന്റെ നേരെ കാണുന്ന ഒരു മരമുണ്ട്. ആ മരത്തിലാണ് ഒരു കാക്ക കൂടുള്ളത്. രാത്രി 2 മണിയായാലും ഈ കാക്ക സൗണ്ട് നിർത്താറില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, കേൾക്കുന്നില്ലേ? അപ്പൊ കാക്കയുടെ ഭയങ്കര കരച്ചിൽ. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ അതൊരു ഡിസ്റ്റർബൻസ് ആവുമെന്ന് എനിക്കറിയാം. എഡിറ്റിംഗ് ടൈമിൽ ഞാൻ എൻഹാൻസ് വോയിസും റെഡ്യൂസ് നോയിസും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും സ്റ്റിൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സോറി. ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. മൈക്ക് അവിടെ ഉണ്ട്, നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പ്രിപ്പയറിംഗ് ഫോർ 2026, ഇത് 2026 പ്രിപ്പറേഷൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ വെക്കേഷൻ ടൈമിൽ 10 ദിവസത്തെ വെക്കേഷൻ ഡേ ഉണ്ട്. അപ്പം 2026 പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വെക്കേഷൻ ടൈമിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, 2026, 2025, 2026. 2025 ഷെഡേന്ന് പറഞ്ഞിട്ടാണ് പോയത്. എത്ര വേഗമാണ് 2025 പാസ് ചെയ്ത് പോയത് എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരു ഓഡിറ്റിംഗ് നടത്തിയാലോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഓഡിറ്റിംഗ് എന്നുള്ള വാക്ക്? വലിയ വലിയ കമ്പനികളിലൊക്കെ നമ്മൾ ഈ ഓഡിറ്റ് ചെയ്യാൻ, ചിലപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലൊക്കെ പേരൻസ് ഈ ഓഡിറ്റേഴ്സ് ആയിരിക്കും. എനിക്കറിയില്ല എത്രത്തോളം പേര് ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന്. എനിവേ, നമുക്ക് 2025 ഒന്ന് ഓഡിറ്റ് ചെയ്യാം. അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 2025 നിങ്ങൾ ആരെങ്കിലും ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പോയിന്റ് ആയിട്ട് എടുക്കൂ. 2025 വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ലെറ്റർ എഴുതണം. അത് ആരെയും കാണിക്കാനോ അല്ല, ആർക്കും അയക്കാനോ അല്ല. എന്തിനാണെന്ന് വെച്ചാൽ, ഈ 2025 എന്തൊക്കെ നടന്നു, എന്തൊക്കെ ഗോ ത്രൂ ചെയ്തു, നമ്മൾ ലൈഫിൽ ഉണ്ടായ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് 2026 ഞാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോവേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ കൂടെ പോവാൻ പാടില്ലാത്തത്, ഇനി ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്. അങ്ങനെ 2025 സ്റ്റാർട്ട് ടു എൻഡ് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ലെറ്ററിൽ എഴുതുക. ഒരു ലെറ്റർ പോലെ ഒരു പേപ്പറിൽ എഴുതുക. ഡിയർ 2025 എന്നൊക്കെ എടുത്തിട്ട് ആ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്തോ, കുഴപ്പമില്ല. ആരും കാണുന്നില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ, നമുക്ക് നമ്മുടെ ഓഡിറ്റിംഗ് അല്ലേ, ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോൾ 2025 വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതാം കേട്ടോ. ഞാൻ എൻ്റെ ലെറ്റർ എഴുതി തുടങ്ങിയിട്ടുണ്ട്, തീർന്നിട്ടില്ല. ഒരു 3-4 പേജൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 2025 വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതുക. വാട്ട് വെന്റ് വെൽ, അതായത് ഈ 2025 നമ്മൾ 2025 ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നത് നോർമലി കുറേ കൊച്ചുകുട്ടികളാണ്. എങ്കിലും വലിയവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടെ പറയാണ്. 2025 എങ്ങനെയാ തുടങ്ങിയതെന്നും അതിലെന്തൊക്കെയാണ് നിങ്ങൾ കടന്നു പോയതെന്നും ഇപ്പൊ ഈ 2025 എങ്ങനെയാണ് തീരാൻ വേണ്ടി നിൽക്കുന്നത് എന്നുള്ള നിങ്ങളുടെ ലൈഫിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ കൊച്ചു പിള്ളേരുടെ കേസ് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ഫ്രണ്ട്സിനെ ആരൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്തു,
ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടില് ആരുമായിട്ട് അടിയൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. 2025 ഇഷ്ടം പോലെ. നിങ്ങളിപ്പോൾ വിചാരിക്കുമോ എഴുതിയ എനിക്ക് ആകെ 2 വരി എഴുതാൻ കാണത്തുള്ളൂ ചേച്ചി എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ 2025 ആരുടെയെങ്കിലും കല്യാണം കൂടാൻ പോയോ, പുതിയ ഫ്രണ്ട്സിനെ ആരെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്തോ, പഴയ ഫ്രണ്ട്സിനെ, പഴയ സ്കൂളിൽ പഠിച്ചവരോ അല്ലെങ്കിൽ കുറെ നാളായിട്ട് കാണാതെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്, അല്ല നിങ്ങൾ എവിടെയെങ്കിലും ദൂരെ യാത്ര പോയോ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. അതെല്ലാം നിങ്ങൾ എഴുതി വെക്കുക. ഒരു അനലൈസ്, ഒരു ഓഡിറ്റിംഗ് ഫുള്ള് ഒന്ന് എഴുതി വെക്കാം. അത് എഴുതി വെക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഈ 2025 എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നു, ഞാൻ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വളരെ നല്ല രീതിയിൽ നടന്നത് എന്നുള്ളത് നോക്കുക. പോയിന്റ് നമ്പർ 1, വളരെ നല്ല രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ 2025 നടന്നിട്ടുണ്ട് എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. പോയിന്റ് നമ്പർ 2, വാട്ട് ഡിഡിൻ ഗോ ആസ് എക്സ്പെക്ടഡ്. നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ പറയാണ്, നിങ്ങൾ ലെറ്ററിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ നല്ലപോലെ നടന്നു, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതുപോലെ നടന്നില്ല, അതെന്തൊക്കെയാണ് നടക്കാതെ പോയത്, അത് എന്തുകൊണ്ടാണ് നടക്കാതെ പോയത്, അതിന്റെ റീസൺ എന്താ, അതൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ബ്രെയിൻ അത് എടുക്കുന്നുണ്ട്. നമ്മളിപ്പോ പുറമെ ഇത് റോസ് കളർ ആണല്ലോ, ഇത് റോസ് കളറാണ് എന്ന് പറഞ്ഞ് 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 നമ്മളെ ബ്രെയിനിനെ പഠിപ്പിക്കുന്ന സമയത്ത് മാത്രമല്ല നമ്മുടെ ബ്രെയിൻ അത് കേൾക്കുന്നത്. അത് റോസ് കളറാ, അല്ലെങ്കിൽ നോക്കിയിരിക്കുക, ഉള്ളിൽ ചിന്തിക്കുക അത് റോസ് കളറാ. ഇതും ബ്രെയിൻ കേൾക്കുന്നുണ്ട്. അല്ലാതെ 5-6 തവണ പറഞ്ഞാൽ മാത്രമേ അത് ഉള്ളിലേക്ക് പോകൂ എന്ന് യാതൊരു വ്യാമോഹവും നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ അല്ല. മനസ്സിൽ മൈന്യൂട്ടായിട്ട് ചിന്തിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നേരെ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. നമ്മളത് പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ചാൽ മാത്രമേ ഇവിടെ എത്തുള്ളൂ എന്നുള്ളതില്ല. അത് ആദ്യം ശ്രദ്ധിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു ഓഡിറ്റിംഗ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുമ്പോഴത്തേക്കും എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാരണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ആർക്ക് മനസ്സിലാവും? ഇത് നമ്മുടെ ഈ ബ്രെയിനിന് മനസ്സിലാവും. ഈ ബ്രെയിനിന് ഇത് മനസ്സിലാവുമ്പോഴത്തേക്കും ബ്രെയിനിന് എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ അത് നടന്നില്ല, അപ്പം ഇതിന്റെ റീസൺ ഇതാണ്. അപ്പൊ ആ റീസൺ ഇല്ലാതെ നെക്സ്റ്റ് ടൈം എങ്ങനെ ബെറ്റർ ആക്കാൻ നോക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ ആര് ചിന്തിക്കും? നമ്മുടെ ബ്രെയിൻ ചിന്തിക്കും. അപ്പൊ അതിന്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സയന്റിഫിക് വേയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. ഇനി ലൈഫ് അപ്ഡേറ്റ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ഓടിച്ച് പറയാണ്. ഞാൻ പറയാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോളോ അപ്പ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, 2025 ഒരു ലെറ്റർ എഴുതുക. ആ ലെറ്ററിൽ നിങ്ങളുടെ ലൈഫ് അപ്ഡേറ്റ്സ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് അതുപോലെ നടക്കാതെ പോയത്, എന്തൊക്കെ കാര്യങ്ങൾ അടിപൊളിയായിട്ട് നടന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്, ഏറ്റവും കൂടുതൽ സാഡ് ആയി പോയ ഒരു മൊമെന്റ്, ഒരു കൺഫ്യൂഷൻ വന്ന മൊമെന്റ്, അങ്ങനെ ആ ഒരു 2025 അടുത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ എഴുതണം. അവസാനം നിങ്ങൾ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയിപ്പം 2025 ഒരു ഹാപ്പിനെസ് നടന്നിട്ടില്ല, ഫുൾ ട്രാജഡി, അങ്ങനാണെങ്കിൽ പോലും ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഉണ്ടാവണം. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് മസ്റ്റ്. സോ നെക്സ്റ്റ്, മെന്റൽ പ്രിപ്പറേഷൻ ഫോർ 2026. എന്താണ് മെന്റൽ പ്രിപ്പറേഷൻ? മെന്റൽ എന്ന് പറയുമ്പോൾ വട്ടാണോ, സൈക്കോ, അങ്ങനെയാണോ വിചാരിക്കുന്നത്? അങ്ങനെയല്ല. മെന്റൽ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മാനസികമായിട്ട് നമ്മൾ 2026 പോകുമ്പോൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ വേണം, പറയൂ, എന്തൊക്കെ വേണം? ഓക്കെ, എന്താന്ന് വെച്ചാല് ലെറ്റ് ഗോ, ലെറ്റിംഗ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ ഓർ ലെറ്റിംഗ് ഗോ. പോട്ടെ, എന്തൊക്കെയാ നമ്മുടെ ഇമോഷൻസിൽ നമ്മൾ പോണം അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം? ആങ്കർ, ഗിൽറ്റ്, കമ്പാരിസൺ. ഇല്ലേ, കമ്പയർ ചെയ്യാറില്ലേ? അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ കണ്ട് പഠിക്കടി നമ്മ പറയാറില്ലേ? അവൾക്ക് എന്നെക്കാളും നല്ല മാർക്കുണ്ട്, എന്നെക്കാളും നല്ല ബുദ്ധിയുണ്ട്, എനിക്ക് ബുദ്ധിയില്ല. വലിയ പ്രശ്നം അത്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ 2025. അങ്ങനെയൊക്കെ ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കണം. പക്ഷെ അവയർനെസ് ഉണ്ടായിരിക്കണം കേട്ടോ. എനിവേ, അപ്പോ 2026 പോകുന്നതിന് മുന്നേയുള്ള മെന്റൽ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാ? നമുക്ക് ഈ 2025 ഗിൽറ്റ് ഉണ്ടായിട്ടുണ്ടാവും, കമ്പാരിസൺ ഉണ്ടായിട്ടുണ്ടായിരിക്കും, ആങ്കർ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ഇവിടെ വിട്ടിട്ട് വേണം അപ്പുറത്തോട്ട് പോകാൻ. ദേഷ്യം, അമ്മയോട് ദേഷ്യം. പക്ഷെ അമ്മയോട് ദേഷിക്കാൻ പറ്റുമോ?
അടുത്ത പോരാളി ചട്ടുകം എടുത്തോണ്ട് ഓടി നമ്മളെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അമ്മയോട് ദേഷ്യപ്പെടാൻ പറ്റില്ല. പക്ഷെ അമ്മയോട് നമുക്ക് പല സിറ്റുവേഷൻസിൽ ദേഷ്യം വരാറുണ്ട്. ഓഫീസിലാണെങ്കിൽ മാനേജർ, HR ദേഷ്യം വരും അവരുടെ അടുത്ത് നമുക്ക്. പക്ഷെ നമുക്ക് അവരുടെ അടുത്ത് പോയി ദേഷ്യം കാണിക്കാൻ പറ്റുമോ? അടുത്ത ദിവസം ജോലി പിരിച്ച് വീട്ടിൽ പോയിരിക്കാൻ പറയും. ടീച്ചർ, ക്ലാസ്സിലെ ടീച്ചർ എന്നെ എന്നും ടീച്ചർ അടിക്കാറുണ്ട്. എനിക്ക് ആ ടീച്ചറുടെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ് എന്നും പറഞ്ഞ് ടീച്ചറുടെ അടുത്ത് പോയി ദേഷ്യം കാണിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് നമുക്ക് ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ അയാളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആ ദേഷ്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ ദേഷ്യം എന്ന് പറഞ്ഞ ഈ സാധനം നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും. ഒന്നാമത്തെ സിറ്റുവേഷൻ, ക്ലാസ്സിൽ മാത്സ് ടീച്ചർ വന്നു. ടീച്ചർ ഞാൻ പറഞ്ഞ കേട്ടില്ല, ദേഷ്യം. കേട്ടില്ല എന്ന് ചുമ്മാ പറയാം, എന്തെങ്കിലും റീസൺ, ദേഷ്യം ഉള്ളിൽ, പുറത്ത് കാണിക്കാതെ അകത്ത് പൂജിച്ചു വെച്ചു, ഹോൾഡ് ചെയ്തു. അടുത്ത നെക്സ്റ്റ് പീരീഡ് സോഷ്യൽ സയൻസ്, സാർ വന്നു, ചോദിച്ചു, അറിയത്തില്ല, സാറിന്റെ അടുത്ത് ദേഷ്യം, എന്തേലും റീസൺ, ദേഷ്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല, ഹോൾഡ് ചെയ്തു വെച്ചു. 2, വീട്ടിൽ വന്നപ്പോ അമ്മ, ഞാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് കക്കാറച്ചി പൊരിച്ച് വെക്കണമെന്ന് പറഞ്ഞു, കക്കാറച്ചി പൊരിച്ച് വെച്ചില്ല, ദേഷ്യം. അമ്മയോട് ദേഷിക്കാൻ പറ്റൂ? ഇല്ല. 3, ഹോൾഡ് ചെയ്ത് വെച്ചു. അപ്പൊ നമ്മൾ ഓരോ സിറ്റുവേഷനിൽ ദിവസങ്ങൾ കടന്നു പോകും തോറും ഓരോ സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാവും. മുന്നിൽ വരുമ്പോ ഈ ആങ്കർ റിലീസ് ചെയ്യാൻ പറ്റാതെ ഹോൾഡ് ചെയ്ത് ഉള്ളിൽ വെക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കും ആ സിറ്റുവേഷൻ കഴിഞ്ഞാൽ അതങ്ങ് പോയി. അങ്ങനെയല്ല. ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന അനുസരിച്ച് നമുക്ക് പല 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 പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ഹോൾഡ് ചെയ്യാനേ പാടില്ല. ഒരു ദേഷ്യം വന്നാൽ അത് റിലീസ് ചെയ്യണം. അപ്പൊ നിങ്ങളിപ്പോ ചോദിക്കും, ചേച്ചിയല്ലേ പറഞ്ഞാൽ നമുക്ക് അമ്മയടുത്തും ടീച്ചേഴ്സിന്റെ അടുത്തും ഒക്കെ ദേഷിക്കാൻ പറ്റത്തില്ല എന്ന്. കറക്റ്റാ. പക്ഷെ അപ്പം ദേഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്കിത് പിടിച്ചു വെക്കാന്നല്ലാതെ നമുക്ക് എന്താ അവിടെ ചെയ്യാൻ പറ്റുക? അതിനുള്ള ആൻസറാ പറയുന്നത്, എഴുതുക. എന്തെഴുതാൻ? ഞങ്ങളുടെയൊക്കെ സെഷൻസില്, കൗൺസിലിങ് അല്ലാത്ത സെഷൻസിലൊക്കെ അച്ഛൻ്റെ അടുത്തൊക്കെ ദേഷ്യം തോന്നിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലിങ്ങനെ വിറപ്പിക്കുന്ന ആളച്ഛനല്ലേ. അപ്പം അച്ഛന്മാരുടെ അടുത്തൊക്കെ ദേഷ്യം തോന്നുന്ന മക്കളുണ്ട്. പക്ഷെ അച്ഛൻ്റെ അടുത്ത് ദേഷ്യം തീർക്കാൻ പറ്റില്ല. ഞങ്ങളുടെ മെന്റർ പറയും, എഴുതും, അച്ഛനൊരു ലെറ്റർ എഴുതും. അപ്പൊ അയ്യോ, അച്ഛൻ എന്ത് ലെറ്റർ എഴുതാനാ? സിറ്റുവേഷൻസ് അല്ല, അച്ഛൻ്റെ അടുത്ത് പറയാനുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതാൻ പറയും. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ലെറ്റർ എഴുതിക്കൊണ്ട് വന്നത് 6-7 പേപ്പർ. ഈ 6-7 പേപ്പറിൽ അച്ഛൻ അങ്ങനെ ചെയ്യരുത്, അച്ഛൻ എന്തിനാ എന്നെ വഴക്ക് പറഞ്ഞല്ല, എടാ പട്ടി അച്ഛാ, എടാ ബ്ലാ 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 എന്നാണ് അച്ഛൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് എഴുതിയേക്കുന്ന കാര്യങ്ങളാ. അതെന്താണെന്നറിയോ? ഇതെന്തായാലും ആ ലെറ്റർ ആരും വായിക്കാൻ പോകുന്നില്ല, അച്ഛൻ വായിക്കാൻ പോകുന്നില്ല. അച്ഛൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടാവുന്നത് പാപം, അങ്ങനെയല്ല, മനുഷ്യരായ അങ്ങനെയൊക്കെ ഉണ്ടാവും. പ്രകടിപ്പിക്കാൻ പറ്റാത്തത് ഹോൾഡ് ചെയ്യുമ്പോൾ ആർക്കാ പ്രശ്നം? ശരിക്കും അച്ഛനാണോ പ്രശ്നം? ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എനിക്കല്ലേ പ്രശ്നം? അപ്പൊ ഹോൾഡ് ചെയ്ത് വെക്കാതെ റിലീസ് ചെയ്യാനുള്ള വഴിയാ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് പ്രകടിപ്പിച്ച് പറയാൻ പറ്റാത്തത് എഴുതുക. നമ്മുടെ ഈ കൈയുടെ തുമ്പി കൂടെ അതങ്ങ് റിലീസ് ആയിക്കോളും. മനസ്സിലായോ? അച്ഛൻ്റെ അടുത്ത് ദേഷ്യമുണ്ട്, പക്ഷെ അച്ഛൻ്റെ അടുത്ത് എനിക്കിത് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാ? എടുക്കുക, പേപ്പർ എടുക്കുക, പേന എടുക്കുക, എഴുതുക. എടോ അച്ഛാ, എടാ അമ്മേ, അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ എന്നെ മനസ്സിലാക്കിയില്ല, നിങ്ങൾ എന്റെ കൂടെ നിന്നില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ ചെയ്തു, നിങ്ങൾ മറ്റേത് എന്താ സമയത്ത് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു അതെല്ലാം റിലീസ് ചെയ്യാം. അപ്പൊ ഓരോന്നായിട്ട് ഈ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെന്റ് ഔട്ട് ആവും. ഇതിങ്ങനെ പുറത്തേക്ക് വെന്റ് ഔട്ട് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഈ 2025 നിങ്ങൾക്ക് ആരുടെങ്കിലും ദേഷ്യമോ ഗിൽറ്റോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ പേനയും പേപ്പർ എടുത്തോ, എഴുതിക്കോ. ഇവിടെ തന്നെ എഴുതി തീർത്ത് ആ ഇമോഷൻ വെന്റ് ഔട്ട് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് 2026 പോവാം. ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് ദിവസങ്ങൾ പോകുന്തോറും ഇമോഷൻസ് മനുഷ്യനാണ് വരും. ഹോൾഡ് ചെയ്ത് വെക്കാതെ വെന്റ് ഔട്ട് ചെയ്ത് കളയാം. ഹോൾഡ് ചെയ്ത് വെക്കരുത്. ഈ ഒരു സിറ്റുവേഷൻ പ്രിപ്പറേഷൻ ടൈമിലല്ല, ഇത് ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്തുണ്ടെങ്കിലും അപ്പോഴേ പേന പേപ്പർ എഴുതുക. അതാരും കാണില്ല. ഇത് എന്തെങ്കിലും കാണുന്ന പണിയുണ്ടെങ്കിൽ കത്തിച്ചു കളഞ്ഞോ. നമുക്ക് നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ, നമ്മുടെ മെന്റൽ ഹെൽത്ത് നോക്കണ്ടേ, എഴുതാം. ഓക്കെ, അടുത്തതാണ് പ്രാക്ടിക്കൽ പ്രിപ്പറേഷൻ. എന്താണ് പ്രാക്ടിക്കൽ പ്രിപ്പറേഷൻ? അതായത് നമ്മൾ നോർമലി എല്ലാ ആൾക്കാരും ചെയ്യുന്ന പോലെ 2026 രാവിലെ എനിക്ക് 6 മണിക്ക് എണീക്കണം, എനിക്ക് ജിമ്മിൽ പോകണം, എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, എനിക്ക് എക്സസൈസ് ചെയ്യണം, എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കണം, എനിക്ക് ദേഷ്യപ്പെടാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ ഹാബിറ്റ്സ് നമ്മൾ ട്രാക്ക് ചെയ്തിട്ടില്ലേ? അതിനെയാണ് പ്രാക്ടിക്കൽ പ്രിപ്പറേഷൻസ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും, ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറയുന്നില്ല, നോർമൽ കാര്യമാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക്
രാവിലെ നേരത്തെ എണീക്കണം, എന്തെങ്കിലും റുട്ടീൻ ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ പ്രിപ്പറേഷൻസിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും റുട്ടീൻ ക്രാക്ക് ചെയ്യണം, എന്തെങ്കിലും റുട്ടീൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ പ്രിപ്പറേഷൻസിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം കേട്ടോ. രാവിലെ എണീക്കുന്നത്, ഹെൽത്തി ഫുഡ് കഴിക്കുന്നത്, എക്സസൈസ് ചെയ്യുന്നത്, സ്റ്റഡി ടൈം ഇത്ര നേരം പ്രോപ്പറായിട്ട് ഇരുന്ന് പഠിക്കണം എന്നുള്ളത്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഹാബിറ്റ്സ്, കൊച്ചു കൊച്ചു റുട്ടീൻസ് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രാക്ടിക്കൽ പ്രിപ്പറേഷൻസിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അത് ഡിപ്പെൻസ് ഓൺ ഓരോ ഇൻഡിവിജ്വൽസിനനുസരിച്ച്. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്നും രാവിലെ എണീറ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അത് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് പറയുന്ന ഒരു കാര്യം. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഇപ്പം കുട്ടികളെന്ന സ്ഥിതിക്ക് രാവിലെ 8 മണിക്ക് എണീറ്റ് പഠിച്ചതിന് ഒരു 30 മിനിറ്റ്സ് പഠിച്ചിട്ട് വേണം സ്കൂളിൽ പോകാൻ റെഡി ആവാൻ തുടങ്ങാൻ എന്നാ നിങ്ങൾക്ക് വെക്കാം. അങ്ങനെ ഓരോന്നും നിങ്ങൾ ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ഒരു ദിവസം അനലൈസ് ചെയ്യുക, അതിൽ നിങ്ങൾക്ക് എന്ത് റൊട്ടീൻ ബിൽഡ് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക, എഴുതുക. ഓക്കെ, അതാണ് പ്രാക്ടിക്കൽ പ്രിപ്പറേഷൻ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് യു ആർ നോട്ട് ഡൂയിങ് ഇൻ 2026. 2026 ഞാൻ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വെക്കുക. അതായത് 2026 ഞാൻ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിക്കുക. ഒന്നാമത്തെ കാര്യം, ദേഷിക്കാൻ പാടില്ല. ചുമ്മാ ദേഷ്യമൊന്നും ആരും പിടിച്ചു വെക്കല്ല കേട്ടോ. ദേഷ്യം പിടിച്ചു വെക്കുന്നത് വലിയ വലിയ അസുഖങ്ങളിലേക്ക് കൊണ്ടുപോകും. ഓരോ ഇമോഷനും ഓരോ അസുഖങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ദേഷ്യപ്പെടാൻ പാടില്ല എന്നുള്ളത് അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. നോ കമ്പാരിസൺ. എന്നെ ഞാൻ വേറൊരാളുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാൻ പാടില്ല. എല്ലാ ഇൻഡിവിജ്വൽസിനും ഓരോന്നാണ്. ഇപ്പൊ എനിക്കുള്ളത് വേറൊരാൾക്ക് കാണത്തില്ല, അവർക്കുള്ളത് എനിക്ക് കാണത്തില്ല. എല്ലാവരും എപ്പോഴും എന്തല്ല, പെർഫെക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, നിങ്ങൾ അതൊന്നും വേറൊരാളുമായിട്ട് നിങ്ങളുടെ സെൽഫിനെ 2026 നിങ്ങൾ കമ്പയർ ചെയ്യില്ല എന്ന് തീരുമാനിക്കുക. അടുത്ത പോയിന്റ്, നോ ക്വിറ്റിംഗ് ജസ്റ്റ് ബിക്കോസ് ഓഫ് നോ റിസൾട്ട്സ്. അത് നിങ്ങൾക്കും എനിക്കും ഉള്ളത്, മെയിനായിട്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. യൂട്യൂബിൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടാറുണ്ട്, ബട്ട് നോ റിസൾട്ട്. വിഷമം സ്വാഭാവികമായിട്ട് വരും അല്ലേ? റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, റിസൾട്ട് എന്നായാലും വരും. പക്ഷെ റിസൾട്ട് വരുന്നില്ല എന്ന് പേടിച്ച് നമ്മൾ ക്വിറ്റ് ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്വിറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് ആ പോയിന്റ്. അടുത്തതാണ് വാട്ട് യു ആർ ക്യാരിങ് ഇൻ ടു 2026. 2026 പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സുകൾ. ഇപ്പൊ നമ്മൾ ഡെയിലി 6 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ 2026 6 മണിക്ക് എണീക്കാം. ഇപ്പൊ ഡെയിലി ഞാൻ 2 മണിക്കൂർ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 2026 ഞാൻ 2 മണിക്കൂർ പഠിക്കും. ഡെയിലി ഞാൻ ദൈവത്തിനെ കൃത്യമായി പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ 2026 ഞാൻ പ്രാർത്ഥിക്കും. ഡെയിലി ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2026 ഞാൻ സഹായിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഞാൻ പ്രൊഡക്റ്റീവ് ആണ്, ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ സെൽഫ് ലവ്, ജേർണലിംഗ് ഞാൻ ജേർണലിംഗ് ചെയ്തുകൊണ്ട് വരുന്നു. ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ, ഞാൻ 2026 ചെയ്യും. അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ 2026 കൊണ്ടുപോകണം എന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഓക്കെ, പിന്നീട് ഇത് ഈ 2026 എന്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴാണ് അതിൽ വരുന്ന ഒരു കാര്യമാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. വിഷൻ ബോർഡ് ഞാൻ എൻ്റെത് ചെയ്തു. ഇവിടെ അല്ല, അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടണോ? ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ അതും ആഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ലെങ്തി ആയി പോകും തോന്നുന്നു. ഐ ഡോണ്ട് നോ. ലെങ്തി ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഇടാം കേട്ടോ. അപ്പോൾ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു GPS സിസ്റ്റമാണ്. 2026 നീ ഇന്ന സ്ഥലത്ത് പോകണം, നീ ഇന്ന സ്ഥലത്ത് നേരത്തെ എന്ത് ചെയ്യാം, GPS സെറ്റ് ചെയ്ത് വെക്കാം. 2026 ആകുമ്പോഴത്തേക്കും GPS ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്ക് പോകും. സിമ്പിൾ വേ. വിഷൻ ബോർഡ് എന്നൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാണ്. 2026 മുന്നേ 2026 എത്തുമ്പോൾ ഞാൻ ഇവിടെ പോകണം, ഞാൻ ഇങ്ങനെ ചെയ്യണം, ഞാൻ ഇതൊക്കെ ചെയ്യണമെന്ന് ഇവിടെ എന്ത് ചെയ്തു, വിഷൻ ബോർഡ് നമ്മൾ GPS സെറ്റ് ചെയ്തു. 2026 സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ബാക്കി GPS ചെയ്തോളും. ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ കൊണ്ടെത്തിക്കും. കാരണം നമ്മൾ മുന്നേ ഇത് എന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് വെച്ചു. ആ ഒരു സിമ്പിൾ മെത്തേഡാണ് വിഷൻ ബോർഡ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണം, നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണം, അങ്ങനെ എന്ത് സകല കാര്യങ്ങളും നമുക്ക് വിഷൻ ബോർഡിൽ നിങ്ങൾ പിക്ചർ എടുത്ത് പ്രിന്റ് ചെയ്ത് അങ്ങനെ തന്നെ വെക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. ഡിജിറ്റലി ചെയ്യാൻ പറ്റും, ഫോണിൽ ചെയ്യാൻ പറ്റും. ഫോണിൽ ഇപ്പോൾ എല്ലാവർക്കും ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പം ഫോണിൽ ചെയ്തോ. നിങ്ങൾ പ്രിന്റ് ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞത്. ഇനി അതും പറ്റില്ല, അതും പറ്റാത്തവരാരും ഇല്ല, എങ്കിലും അതും ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു
പ്ലെയിൻ പേപ്പർ എടുക്കുക, അതുപോലൊരു പ്ലെയിൻ പേപ്പർ എടുക്കുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. 2026 വിഷൻ ബോർഡ് എന്നൊരു ഹെഡിങ് കൊടുത്തതിന് ശേഷം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എനിക്ക് ഇവിടെ പോകണം, എനിക്ക് സ്വിറ്റ്സർലൻഡിൽ പോകണം, എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആവണം, എനിക്ക് ഒരുപാട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം, എൻ്റെ ബിസിനസ് നല്ല ബ്രാൻഡായിട്ട് ഗ്രോ ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതി വെക്കാം കേട്ടോ. ഈ എഴുതുന്ന സമയത്ത് അയ്യോ ഇത് നടക്കോ ഇല്ലയോ എന്ന് ഡൗട്ട് പാടില്ല. എന്തായാലും നടക്കും, എന്തായാലും നടക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ GPS സെറ്റ് ചെയ്യുന്നത്, നേരെ അത് എത്തിച്ചോളും. GPS സെറ്റിംഗ് പരിപാടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നടക്കോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അതിൽ വരാൻ പാടില്ല. അപ്പം സിമ്പിൾ ആയിട്ട് ഈ വെക്കേഷന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 2026ലേക്കുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഫസ്റ്റ് 2025 ഒരു ലെറ്റർ എഴുതുക, നിങ്ങളുടെ ലൈഫ് അപ്ഡേറ്റ്സ്, നിങ്ങളുടെ എക്സ്പെക്ട് ചെയ്ത് നടന്നോ, എന്തൊക്കെ നടന്നില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ എഴുതാനുള്ളത് 2025 മനസ്സ് തുറന്ന് സമയമെടുത്ത് ഒരു ലെറ്റർ എഴുതുക. പിന്നെ രണ്ടാമത്തെ കാര്യം മെന്റൽ പ്രിപ്പറേഷൻ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇമോഷൻസ്, ആങ്കർ അതുപോലുള്ള പല ഇമോഷൻസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ, അങ്ങനെ ഇമോഷൻസ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് വെൻഡ് ഔട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആരടുത്താണോ നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻ ഉള്ളത് അത് അവരുടെ അടുത്ത് പോയി പറഞ്ഞു എടാ എന്ന് പറഞ്ഞ് അടിച്ച് തീർക്കാനല്ല, ഒരു പേനയും പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ഇമോഷൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതെല്ലാം അതിലേക്ക് എഴുതുക, കത്തിച്ചാളെ. ഓക്കെ, അതാണ് മെന്റൽ പ്രിപ്പറേഷൻ. അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞത് പ്രാക്ടിക്കൽ പ്രിപ്പറേഷൻസ് ആണ്. കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് എന്തൊക്കെ നിങ്ങൾ ട്രാക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, എന്തൊക്കെ 2026 നിങ്ങൾ പുതിയൊരു റൊട്ടീൻ ബിൽഡ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്നുള്ളത് ഒക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. പിന്നെ 2026ലേക്ക് എന്തൊക്കെ നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് നിങ്ങൾ തന്നെ അവെയർ ആയിട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, 2026ലേക്ക് എന്തൊക്കെ കൊണ്ടുപോകണം എന്ന് നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ നിങ്ങളുടെ GPS സെറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഈ 5-ാം തീയതിക്ക് മുന്നേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിലോ താഴെ കമന്റ്സിലോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ്, എൻ്റെ ഓപ്പൺ വാട്സപ്പ് അത്, ആർക്കും വേണമെങ്കിലും മെസ്സേജ് അയക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ അങ്ങനല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ മെസ്സേജ് അയക്കാം, കമന്റ് ഇടുക. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര പേർക്ക് കണക്ട് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഫോർമൽ ആയിട്ടിരുന്ന് സംസാരിക്കാൻ എനിക്ക് കുറച്ച് പാടാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാറുള്ളത്. എനിവേ, ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഡു കമന്റ്, എന്തെങ്കിലുമൊക്കെ ഒരു ഫീഡ്ബാക്ക് തരാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ പിന്നെ കാക്കയുടെ സൗണ്ട് ഇതിനകത്തുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, സോറി, ക്ഷമിക്കണം മല്ലയ്യ, ക്ഷമിക്കും.